ഹായ് സുഹൃത്തുക്കളെ, ഈ ഒരു വീട്ടിൻ്റെ കോസ്റ്റ് ഗെസ് ചെയ്യാൻ പറ്റുന്നവർ ഗെസ് ചെയ്യുക. ഇതെത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള തടി ഏതാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ തറ വിരിച്ചിട്ടുള്ളത് എന്താണ്, ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ്, അങ്ങനെ ഡീറ്റെയിലായി ഞാൻ പറഞ്ഞു തരാം. ഇതെൻ്റെ മരുമകളുടെ വീടാണ്, അതായത് എൻ്റെ പെങ്ങളുടെ മകളുടെ വീട്, മരുമകളുടെ വീട്. അപ്പോൾ ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് 1450 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ പുറംവശമാണ് ഇത്. ഫ്രണ്ടിൽ കൂടുതൽ സ്ഥലവും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ വീടിൻ്റെ പണി 100% ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ സിറ്റ് ഔട്ട് വഴി ഇത് മെയിൻ ഡോറാണ്. അവിടെ ഡോർ ഓപ്പൺ ചെയ്ത് കയറും തന്നെ ഹോളിലേക്കാണ്. അപ്പോൾ അവിടെ ഹോളിലേക്ക് വരുമ്പോൾ ഇവിടെ ഫസ്റ്റ് ഒരു സോഫ സെറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ പാർട്ടേഷനും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെയർ കേസിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രാനൈറ്റാണ്. ഇതിൻ്റെ കൈവരിക്ക് കൊടുത്തിട്ടുള്ളത് തേക്ക് മരമാണ്. താഴെ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്റ്റഡി റൂമാണ്. പിന്നെ സ്റ്റെയർ കേസിന് താഴെ ബോക്സും കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ടേബിളും കൊടുത്തിട്ടുണ്ട്. 6 ചെയറുള്ള ഡൈനിങ് ടേബിളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഫർണിച്ചർ അടക്കം മൊത്തമുള്ള കോസ്റ്റാണ് നിങ്ങൾ ഗെസ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ 2 ബെഡ്റൂമാണ്. ഇത് ആദ്യത്തെ ബെഡ്റൂം. ഇത് നോർമൽ ബെഡ്റൂമാണ്. ഇതിൽ അറ്റാച്ച്ഡ് അല്ല. ഇത് ഇവിടെ ഒരു കട്ടിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു അലമാരയും ഇതിൽ വെച്ചിട്ടുണ്ട്. കർട്ടൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഫുള്ള് ഫിനിഷ് ആയതാണ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. ഇത് അറ്റാച്ച്ഡ് ആണ്. ഇതിലും കട്ടിലും അതുപോലെ തന്നെ അലമാരയും ഒക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിപ്പോൾ ഏകദേശം 5 മാസത്തോളമായി. ഇത് 4 ഡോറുള്ള അലമാരയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. രണ്ടാമത് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ കോമൺ ബാത്റൂം, ഇതും അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇതാണ് കോമൺ ബാത്റൂം. ഇതാണ് ഇതിൻ്റെ ഫേസ് വാഷ് കൊടുത്തിട്ടുള്ളത്. അത് സാധാരണയുള്ള പുതിയ മോഡലുള്ള ഇതാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മിററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചെറിയൊരു സ്പേസാണ്. ഇതാണ് കിച്ചണിൽ ബോക്സും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുകളിൽ മൊത്തത്തിൽ ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ താഴെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഡൈനിങ് ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ. പിന്നെ ഒരു ചെറിയൊരു സ്റ്റോർ റൂമും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇവിടുന്ന് ഇറങ്ങുന്നത് ബാക്ക് സൈഡിലുള്ള ചെറിയൊരു വർക്ക് ഏരിയ. അപ്പോൾ അവിടെ അടുപ്പോ കാര്യങ്ങളൊന്നും അവിടെ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ കിച്ചണിൽ മാത്രമേ ഉള്ളൂ, പക്ഷേ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ കൂടുതൽ സ്ഥലമോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മൾ പോകുന്നത് ഇപ്പോൾ തന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടെ ബെഡ്റൂമോ കാര്യങ്ങളൊന്നുമില്ല. മൊത്തത്തിൽ 2 ബെഡ്റൂമേ ഈ വീടിനുള്ളൂ. മുകളിൽ ചെറിയൊരു ഹോളും ഉണ്ട്, അതുപോലെ തന്നെ ഒരു സിറ്റ് ഔട്ടും മുകളിൽ കൊടുത്തിട്ടുണ്ട്, ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാൽക്കണിയിലേക്ക് പോകുന്ന ഡോറ്. ബാൽക്കണിക്ക് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് സൈഡ് കൈവരിയായിട്ട്. മുകളിൽ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. പിന്നെ ആ കാണുന്നത് ടെറസിലേക്ക് പോകുന്ന ഒരു ഡോറാണ്. അങ്ങനെ ഞങ്ങൾ മരുമകളുടെ വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ചു. എൻ്റെ മോനുണ്ടായിരുന്നു കൂടെ, അതുപോലെ തന്നെ അവൾക്ക് 2 മക്കളാണ്. ആ കാണുന്നത് ചെറിയ മോനും, ഈ കാണുന്നത് ഈ റെഡ് ടീഷർട്ട് ഇട്ടുള്ളത് അവളുടെ മൂത്ത മകനുമാണ്, കൂടെ എൻ്റെ മകനും. ആ കാണുന്ന എൻ്റെ ഭാര്യയും അതുപോലെ തന്നെ എൻ്റെ മരുമകളും.